മോർണിംഗ് റിപ്പോർട്ടറിലെ അതിഥികളിലേക്ക് മെല്ലെ എന്ന സിനിമയുടെ സംവിധായകൻ ബിനു പി ഉലഹന്നാൻ, സംഗീത സംവിധായകൻ വിജയ് ജേക്കബ് എന്നിവരാണ് ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായിരിക്കുന്നത്. രണ്ടുപേർക്കും മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ആദ്യം ബിനുവിലേക്ക് തന്നെ. ബിനു ആദ്യത്തെ സംവിധാന സംരംഭമാണ് മെല്ലെ അല്ലേ? എത്ര നാളായി ഈ സിനിമയുടെ ആലോചന തുടങ്ങിയിട്ട്? അതിന് ഏകദേശം 5 വർഷത്തോളം ആയി ഞാനൊരു സ്ക്രിപ്റ്റിങ് തുടങ്ങിയിട്ട് പൂർത്തിയാക്കിയിട്ട്. അത് കഴിഞ്ഞ് കുറേയധികം ആൾക്കാരിലേക്കൊക്കെ നമ്മൾ ആക്ടേഴ്സിനെ കിട്ടാനായിട്ട് പലരുടെയും അടുത്ത് സോഴ്സിൽ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ പലരെയും നമുക്ക് അങ്ങനെ കിട്ടാനായിട്ട് നല്ല വലിയ ആർട്ടിസ്റ്റുകളൊന്നും കിട്ടിയില്ല. പിന്നെ അവസാനം ഇത് ചെയ്യണം എന്നുള്ളതിലേക്ക് വന്നിട്ട് അവസാനം പിന്നെ അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ജോണി സി ഡേവിഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഒരു ചെറിയ ബഡ്ജറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ 5 വർഷത്തെ പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിൽ. അതെ, തീർച്ചയായിട്ടും 5 വർഷത്തെ പ്രയത്നമാണ് ബിനുവിൻ്റെ ഈ ചിത്രത്തിന് പിന്നിൽ. ടീസർ കാണാം. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നല്ലേ പറയാറ്? ഭൂമിയിലൊരു സ്വർഗമാണ് ഇവിടെ. ഈ കാറ്റിനെയും മലകളെയും ഈ പ്രഭാതത്തിനെയും സാക്ഷിയാക്കി ഞാൻ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നേ. ഇനി ഇവിടെ നിൽക്കുന്ന ഒട്ടും ബുദ്ധിയല്ല. കൂടി വന്നാൽ അമേരിക്ക വരെ ഒന്ന് പോണ്ടി വരും. അവനങ്ങ് പൊക്കിക്കൊണ്ട് വരും. ഇനി എന്തെന്നും ഏതെന്നും എനിക്കറിയില്ല. ഈ കാറ്റിൽ അലിഞ്ഞില്ലാതായെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോവാ. ടീസർ കണ്ടപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ഇതൊരു പ്രണയ സിനിമയാണെന്ന് മനസ്സിലായി. കാരണം ഇന്നാണ് റിലീസ് അതിൻ്റെ, അല്ലേ? ഒരു പ്രണയ ചിത്രമാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് അഭിനയിക്കുന്ന ബഹുഭൂരിപക്ഷവും പുതുമുഖങ്ങളാണ്. ഇത്തരമൊരു പുതുമുഖങ്ങളെ തിരഞ്ഞെടുത്ത സമയത്ത് ഒരു റിസ്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെല്ലുവിളി പ്രതീക്ഷിച്ചിരുന്നോ? കാരണം ഒരു പുതുമുഖങ്ങളെ വെച്ചൊരു പുതിയ സിനിമ ഉണ്ടാക്കുക, പുതിയ സംവിധായകൻ, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഏറെയും പുതുമുഖങ്ങൾ, ഇങ്ങനെ ഒരു പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ വാണിജ്യപരമായ സാധ്യതകളെക്കുറിച്ച് ഒക്കെ, അതിൻ്റെ വിജയത്തെക്കുറിച്ചൊക്കെ ഒരു ഉത്കണ്ഠ ബിനുവിനുണ്ടായിരുന്നോ? ഉത്കണ്ഠ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം പുതിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ റിസ്ക് ഉണ്ട്. പുതിയ ആൾക്കാരെ അഭിനയിപ്പിച്ചെടുക്കാനുള്ള പാട്, ഇതിലിട്ട് കൊണ്ടുവരാനുള്ള പാട്, പിന്നെ അതുപോലെ ടെക്നീഷ്യൻ കൊണ്ടാണ്. പക്ഷേ ഇവർക്ക് താല്പര്യമുണ്ട്, അവരെക്കുറിച്ച് പറയും. നായകൻ അമിത് ചക്കാലക്കലാണ്. അമിത് ചക്കാലക്കൽ ആദ്യമായിട്ട് ഹീറോ വേഷം ചെയ്തു വരുന്ന പടമാണ് അദ്ദേഹം. ഹണി ബി, സൈറ ബാനു, കെയർ ഓഫ് സൈറ ബാനു, അങ്ങനെ കുറേ പടങ്ങളിൽ ഉണ്ട്, സൈഡ് റോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ അകത്ത് ലീഡ് റോൾ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് പുള്ളിയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു, അപ്പോൾ ചെയ്യിച്ചെടുക്കാമെന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ അങ്ങനെ ഈ അമിത് തന്നെ പറഞ്ഞിട്ടാണ് തനുജ കാർത്തിക് എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു ഡബ്മാഷ് എനിക്ക് അയച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൾ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കുട്ടിയാണ്. അപ്പോൾ ഒരു ഓഡീഷൻ നടത്തി, എല്ലാവർക്കും ഒരു ഓഡീഷൻ നടത്തി, എല്ലാ ആൾക്കാർക്കും ഓഡീഷൻ നടത്തിയാണ് എടുത്തത്. അപ്പോൾ ഓഡീഷൻ നടത്തിയപ്പോൾ കൊടുത്ത കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടായി. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തു. ബിനു പി ഉലഹന്നാൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ലോഞ്ച് കൂടിയാണ് ഇന്നത്തെ ദിവസം, അല്ലേ? ഇന്ന് സിനിമ റിലീസാവുകയാണ്. പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടാണ് ഈ മെല്ലെ എന്ന സിനിമയെ കാണുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ മലയാള സിനിമയെ സംബന്ധിച്ചൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വർഷം 100-150 സിനിമകൾ ഇറങ്ങുന്നു, അതിലെ വിരലുണ്ടാവുന്ന സിനിമകൾ മാത്രം വിജയിക്കുന്നു. അങ്ങനെ വിജയഘടകം എന്താണെന്ന്, അല്ലെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ചേരുവ എന്താണെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. പണ്ടും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു, ഒരുപാട് പുതുമുഖങ്ങൾ, സംവിധായകരും ആർട്ടിസ്റ്റുകളും ഒക്കെ വരുന്നു. അപ്പോൾ ബിനുവിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു വിജയപ്രതീക്ഷ എത്രത്തോളമാണ്, അല്ലെങ്കിൽ പ്രേക്ഷകർ ഇതിനെ എത്രത്തോളം സ്വീകരിക്കുമെന്നാണ് ഒരു സംവിധായകൻ എന്ന നിലയിലല്ല, പ്രേക്ഷകൻ എന്ന നിലയിൽ
ബിനുവിന് സ്വയം തോന്നുന്നത്? ഈ സിനിമ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്കിഷ്ടപ്പെടുന്നത് എന്നെപ്പോലെ തന്നെ സമാന ചിന്താഗതിയുള്ള സാധാരണ മനുഷ്യരാണ്. ഞാനും ഒരു സാധാരണക്കാരനാണ്. സാധാരണ ലെവലിലുള്ള ഒരു സിനിമയോടുള്ള എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഈ സിനിമയെ ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്നതും. ശരി. അത് ജനങ്ങൾ നല്ലതിനെ സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ കുറച്ച് നാളത്തെ വിജയിക്കുന്ന പടങ്ങളുടെ ഒരു പാറ്റേൺ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ അകത്ത് വലിയ ആർട്ടിസ്റ്റുകൾ വേണമെന്നില്ല, പക്ഷേ പറയുന്നത് കാര്യങ്ങൾക്കൊരു നന്നായിട്ട് പറയണം. വേ ഓഫ് മേക്കിങ്, അതിൻ്റെ അകത്തെ മറ്റ് ഘടകങ്ങൾ, മ്യൂസിക്, മറ്റുള്ള എല്ലാ ഘടകങ്ങളും ആൾക്കാർ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. അതിപ്പോൾ വേൾഡ് സിനിമയിലെ പടപടങ്ങളും നമ്മൾ ഇൻ്റർനെറ്റ് വഴിയും മറ്റതൊക്കെ കണ്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് അവെയറായി. അപ്പോൾ നമ്മളൊരു പഴയ തരത്തിലുള്ളൊരു സാധനം ഒന്നും കൊണ്ടു കൊടുത്താൽ ആൾക്കാർ ഏക്കില്ല. ഒറ്റ അടിക്ക് പെട്ടെന്ന് നമ്മളെക്കാൾ വലിയ ക്രിട്ടിക്സാണ് ഇപ്പോഴത്തെ ആൾക്കാർ. നമ്മളെക്കാൾ ബോധമുള്ളവരാണ്, ഭയങ്കര ബോധമുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇപ്പം പല ആൾക്കാരും നമ്മളിത് എടുത്ത് കൊടുക്കുമ്പോഴാണ് 180 ഒക്കെ തിരിഞ്ഞു പോയെന്നൊക്കെ പെട്ടെന്ന് അവിടുന്ന് അങ്ങോട്ട് ഇവനും കൊടുക്കണം. ഇവന് കണ്ടിന്യൂറ്റി മിസ്റ്റേക്കൊക്കെ അവർ മാർക്ക് ചെയ്ത് ചെറിയ മൈന്യൂട്ടാണ്. ഒരു ടീസർ നമ്മൾ വിട്ടാൽ പോലും അതിൻ്റെ അകത്തുനിന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പേന കുത്തിയേക്കണ പോക്കറ്റിലുണ്ടായിരുന്നു. അടുത്ത ഷോട്ടിൽ അതില്ല. പിന്നെ അങ്ങനെ മാത്രമല്ല വിജയ്, പിന്നെ ബിനു, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പ്രേക്ഷകർ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളിലും അവെയറാണ്. അതിനെക്കുറിച്ച് വളരെ ധാരണയുണ്ട്. മറ്റേത് നടന്മാരുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ അവരെടുക്കുകയുള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, സാങ്കേതിക വശങ്ങൾ ആൾക്കാർ വളരെ അവെയർ. കാരണം ഒന്നാമത് നമ്മുടെ കയ്യിൽ HD 4K വരെ ഷൂട്ട് ചെയ്യാവുന്ന മൊബൈൽ വരെ ഇരിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന ഇമേജുകൾ അവരുടെ മനസ്സിൽ ഒരു ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഡയറക്ടോറിയൽ വ്യൂവിലാണ് സിനിമയെ കാണുന്നത്. അപ്പോൾ അവർക്ക് അതിനെ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഞാനും എൻ്റെ ആ ഒരു ഇത് മറ്റുള്ള ആൾക്കാരിലായിട്ട് പങ്കുവയ്ക്കുകയാണ്. നന്നാവും എന്നാണ് എല്ലാവരും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പൂർണ്ണമായ കോൺഫിഡൻസ്. ആ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് കരുതുന്നു. ഒപ്പം ഈ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ ആദ്യകാല മലയാള സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ചെമ്മീനായാലും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഫാസിൽ ഇങ്ങനെ വരുമ്പോൾ തട്ടത്തിൻ മറയത്ത്, പ്രേമം, ഈ പ്രേമത്തിന് ആൺ പെൺ ബന്ധത്തിന് വലിയ സാധ്യത എപ്പോഴുമുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ അതിൻ്റെ നൈരാശ്യം. ഇപ്പോൾ ഫാസിലൊക്കെയാണ് അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലേ? ഫാസിൻ്റെ എല്ലാ സിനിമകളും ഈ പറഞ്ഞ പോലെ ഒരു പ്രേമവും അതിൻ്റെ നൊസ്റ്റാൾജിയും അതിൻ്റെ വിരഹവും ഒക്കെ ചേർന്നുള്ള സിനിമകളാണ് ഫാസിലിൻ്റെ എക്കാലത്തെയും സിനിമകൾ. അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തട്ടത്തിൻ മറയത്ത്, പ്രേമം, ഇങ്ങനെ ഈ പ്രേമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ സിനിമകളും മലയാളത്തിൽ വലിയ വിജയം കൊയ്തിട്ടുണ്ട്. ആ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണോ മെല്ലെ? ആ ഒരു ഗണത്തിലൊക്കെ പെടുത്താവുന്ന സിനിമകൾ തന്നെയാണ്. എന്ന് വെച്ചാൽ വളരെ ഒരു 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 സാധാ ക്ലീഷേ പ്രേമല്ല ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്. അതിൻ്റെ ബാക്ക്ഡ്രോപ്പിലൊരു കാരണം കൂടിയുണ്ട്. അപ്പോൾ ഒരു തരത്തിലൊരു പരീക്ഷണം കൂടിയാണ്. കാരണം ഒരു കാരണം വെച്ചിട്ട് അതിൽ നിന്നെടുത്ത് നമ്മളൊരു അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ഒരു കാരണം വെച്ചിട്ട് അതിനൊരു പ്രേമത്തിൻ്റെ മേമ്പൊടിയിൽ അങ്ങനെ കൊടുക്കുന്നു മാത്രം. ഓക്കെ, ഇനിയിപ്പോൾ സംഗീത സംവിധായകൻ വിജയ് ജേക്കബിലേക്ക് വരാം. വിജയ് ജേക്കബിൽ വരുന്നതിന് മുമ്പായിട്ട് ആ ഗാനം, വിജയുടെ ഒരുക്കിയ ആ ഗാനം ഒന്ന് കണ്ടതിന് ശേഷം വിജയ് ചെയ്യുന്ന ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് അന്യഭാഷ. വിജയൻ്റെ ശരിയായ ഉത്തരം. കാരണം ഓപ്ഷൻസ് ഇഷ്ടം പോലുണ്ട്. നമുക്ക് യൂട്യൂബിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. വിജയ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം റേഡിയോ വളരെ പരിമിതമായ സാധ്യതകളെ മീഡിയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മീഡിയത്തിൻ്റെ ഒരുപാട് അതിൻ്റെ മാധ്യമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചോയ്സും കൂടി അതിൻ്റെ ഇടയ്ക്ക് ഈ ബഹളത്തിൽപ്പെട്ട് ചിതറിപ്പോകുന്നു നല്ല ഗാനങ്ങളും. അതൊരു ആവറേജ് നമ്മൾ ആൾക്കാരുടെ പെർസെപ്ഷൻ നോക്കുമ്പോൾ 2 മിനിറ്റൊക്കെ മാക്സിമം ആണ് യൂട്യൂബിൽ ഒരു പാട്ട് കേൾക്കാൻ. അത് കഴിയുമ്പോൾ അടുത്ത ഓപ്ഷൻസ് വന്ന് അടുത്തേക്ക് പോവുകയാണ്. ബിനുവിനെ സംബന്ധിച്ച് ഈ ഒരു സിനിമ എത്ര കാലം വേണ്ടി വന്ന് പൂർത്തിയാക്കാൻ? 5 വർഷത്തെ ഒരു എഫർട്ട് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പിന്നെ കൽക്കത്തയിലേക്ക് പോയി, അല്ലേ? അവിടെ എന്തായിരുന്നു ഇതൊരു ഷിഫ്റ്റിംഗ് എങ്ങനെ വന്നു ഇത് ഈ കഥയുമായി ബന്ധപ്പെട്ട്? കഥയുടെ ഒരു പ്ലോട്ട് കൽക്കട്ടയിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ്. ഇവിടുന്ന് പോയിട്ടുള്ള ഒരു അച്ഛൻ ആയിക്കൊണ്ടായിരുന്ന ഒരു മോള്, അവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവർക്ക് വരുന്നൊരു പ്രശ്നങ്ങളിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ അത് ഇയാൾ വർഷങ്ങളായിട്ട് നാട്ടിൽ നിന്ന് പോയതുകൊണ്ട് അയാൾ ഒരിക്കൽ പോലും തിരിച്ച് നാട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അവൾക്ക് ഈ നാട് അച്ഛൻ പറഞ്ഞു കേട്ടുള്ള ഒരു നാട്. അവൾക്ക് അമ്മയില്ല, അമ്മ മരിച്ചുപോയി. അപ്പോൾ നാട്ടിലിട്ട് ഇനി അച്ഛൻ പറഞ്ഞു കേട്ട നാട് ഇതൊക്കെ കാണാനുള്ള ക്യൂരിയോസിറ്റിയൊക്കെ നിൽക്കുമ്പോഴാണ് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്.
ആ ഇഷ്യൂ എന്നാണ് പിന്നെ അതാണ് ട്വിസ്റ്റ്, കഥയുടെ ട്വിസ്റ്റോടെയാണ്. അത് അതിൽ നിന്നാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. അപ്പോൾ അതുകൊണ്ടാണ് കൽക്കട്ട അത് ചൂസ് ചെയ്തത്. അപ്പോൾ കേരളം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രകൃതിയുടെ ഭംഗീനെ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ വിഷ്വൽ രീതിയിൽ. ഇതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ ആരാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? സാങ്കേതിക വശങ്ങൾ ക്യാമറ ചെയ്തത് സന്തോഷ് എന്ന് പറഞ്ഞ ആളാണ്, സന്തോഷ് അനിമ. പിന്നെ എഡിറ്റിങ് സുനീഷ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിജയ്, മ്യൂസിക് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആർട്ട് ജോസഫ് നെല്ലിക്കൽ, പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് മുഴുവനായിട്ട് ചെയ്തത്. പിന്നെ ബിനു വളരെ ഓർക്കപ്പുറത്താണ് ചില സിനിമകളൊക്കെ കയറി കത്തിപ്പിടിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രേമം എന്ന് പറയുന്ന സിനിമ വളരെ ചെറിയ ബഡ്ജറ്റിലെടുത്തൊരു സിനിമ, എത്രയോ കോടികളാണ് അത് കളക്ട് ചെയ്തത് അല്ലേ? വളരെ ഓർക്കാപ്പുറത്താണ്. അങ്ങനെ ഒരു ഈ ബിനു തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുക, എങ്ങനെയൊക്കെയാണ് തിരസ്കരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഏറെ വിമർശനം ഉണ്ടാക്കിയ പല സിനിമകളും അടുത്തിടയ്ക്ക് ദ്വയാർത്ഥി, ഞാൻ ആ സിനിമയുടെ പേര് പറഞ്ഞില്ല, ദ്വയാർത്ഥി പ്രയോഗങ്ങളുണ്ടെന്ന് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കേണ്ട ഒരു സിനിമയിൽ പോലും സാമ്പത്തികമായി വലിയ നേട്ടം കൊയ്തു. അങ്ങനെ ആദ്യ സിനിമയിൽ എന്താ വാട്സാപ്പ് സന്ദേശങ്ങൾ പാറിക്കളിക്കുമ്പോഴും ചില സിനിമകൾ അതിഭയങ്കരമായി സാമ്പത്തിക നേട്ടം കൊയ്യുന്നുണ്ട്. അതേസമയം വളരെ നല്ല സിനിമകൾ തിരസ്കരിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ബിനുവിൻ്റെ ഈ ചെറിയ സിനിമ വരുന്നത്. എത്രത്തോളം പ്രതീക്ഷ പ്രേക്ഷകർക്ക് കൊടുക്കാൻ ബിനുവിനാവും? എന്താണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് വിനിമയം ചെയ്യുന്നത്? അതേക്കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ബേസിക്കലി ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ടാക്ടീസ് ഇപ്പോൾ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ആൾക്കാർ ഈ മാർക്കറ്റിങ്ങിൽ കുറേയധികം വീണ് പോകുന്നുണ്ട്. അപ്പോൾ ഏത് ശരി തെറ്റെന്നുള്ളതൊന്നും ഇവർ ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കാനും നിൽക്കുന്നില്ല. കുറേയധികം ആൾക്കാർ ശരി പറഞ്ഞത് ഇത് ശരിയായിരിക്കും എന്ന് നമുക്ക് അങ്ങനെ ഒരു സാമ്പിൾസ്. അപ്പോൾ കുറേയധികം എല്ലാവരും അങ്ങനെയല്ലല്ലോ. ഒരു നേതാവ് ഉണ്ടാകുന്ന അങ്ങനെയാണല്ലോ. അയാൾക്ക് നല്ലൊരു വിഷൻ ഉണ്ടെങ്കിൽ മറ്റ് താഴെയുള്ളവരെല്ലാം അതങ്ങ് കേൾക്കും. ഈ ഒരു ടാക്ടീസ് മാർക്കറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ ആ ഒരു തരത്തിലുള്ള രീതിയാണ് ഇത് നല്ലതെന്ന് അങ്ങനെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കുറച്ചുണ്ട്. അപ്പോൾ അത് കുറേയധികം ആൾക്കാർ ഏറ്റെടുക്കുന്നു. പുതിയ തലമുറ എന്ന് പറയുന്നത് നല്ല സാമ്പിൾസ് കൊടുക്കാണ്ടാവുന്നു, നല്ല നേതാക്കൾ, അങ്ങനെ എല്ലാത്തിലും ഒരു നല്ല സാമ്പിൾസ് കിട്ടാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിലും സാമ്പിൾസ് നല്ലതില്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ക്വാളിറ്റി, പണ്ട് പാരൽ സിനിമകളും പല തലം ഇറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനുള്ളൊരു വേദി ഇല്ലാതെയായി. കുറേയധികം കൊമേഴ്ഷ്യൽ എലമെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാണ് ശരി, ഇങ്ങനെ പറയണം എന്നൊക്കെ അവരിലോട്ടൊരു ബോധം സൈക്കോളജിക്കലി അവരെ അങ്ങോട്ട് ഒരേ ഫോർമാറ്റ് അങ്ങനെ കൊടുത്ത്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ എപ്പോഴും ആ തരത്തിൽ അങ്ങനെയാണെങ്കിൽ അവരുടെ പറഞ്ഞ ആ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ പ്രൊമോഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ സിനിമയുമായി നിരക്കാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യസന്ധതയുമായി നിരക്കാത്ത കാര്യങ്ങൾ വലിയ അതിഭാവുകത്വം കലർന്ന് പറയുന്നുണ്ട് പലരും. പക്ഷേ അത് അത്തരമൊരു അതിഭാവുകത്വം കലർന്ന സിനിമകൾ ആ പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകൻ പോകുമ്പോഴായിരിക്കും അതല്ലല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ വാശി കൊണ്ടായിരിക്കാം ഇത്തരം ഈ വാട്സാപ്പ് വഴി തെറിവിളിയും ഇല്ലേ ഒക്കെ ഉണ്ടാകുന്നത്. അല്ല, നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള മാർക്കറ്റിങ്ങും ഇപ്പം അതും ഭയങ്കര. ഇപ്പം നമ്മൾ വളരെ ചുരുക്കം നമ്മളെക്കുറിച്ച് ഒരു നെഗറ്റീവ് കിട്ടും, അത് പെട്ടെന്ന് ഫ്ലാഷ് ആവും. പക്ഷേ നമ്മളൊരു പോസിറ്റീവ്സ് അത് വളരെ സ്ലോ ആയിട്ട് കയറും. അതെ അതൊരു കാര്യമാണ്. അപ്പോൾ ആ അത്തരമൊരു പോസിറ്റീവ് തന്നെയാണ് ഈ സിനിമ എന്നാണ് എനിക്ക് ഇപ്പോൾ ഈ ബിനുവിൻ്റെ സിനിമയുടെ ടീസർ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. കാരണം അതിൽ ഒരുപാട് നന്മകളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. നന്മകൾ ഉണ്ടാക്കാൻ ഞാൻ ആ തരത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകൾ കൊണ്ടുവരിക, അങ്ങനെ ഒരു നല്ല രീതിയിലോട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പ്രേക്ഷകരതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. സാധനം നല്ല രീതിയിൽ നല്ലൊരു പ്രോഡക്റ്റ് കൊടുക്കുക, അത് ആൾക്കാർ സ്വീകരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ അത് എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴും ഒരു ക്വാളിറ്റി പ്രോഡക്റ്റിന് ആവശ്യക്കാരുണ്ടാകും, അതിനെ തള്ളിക്കളയില്ല. അതിനെ എത്ര മോശം പറഞ്ഞാലും ജനം അങ്ങോട്ട് വന്ന് സ്വീകരിക്കും. അതാണ് എല്ലാ രംഗത്തും എല്ലായിടത്തും കാണാറുള്ള അതൊരു ലോക നിയമമാണ്. അതിനെ മോശം പ്രോഡക്റ്റിനെ എത്ര മഹത്വവൽക്കരിച്ചാലും ജനം തിരസ്കരിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ സ്വീകരിക്കുന്ന നെഗറ്റീവ്, ഇപ്പം ബിനു പറഞ്ഞതുപോലെ നെഗറ്റീവ് പബ്ലിസിറ്റിക്കും ചിലപ്പോൾ ആൾ കൂടുന്നതും അങ്ങനെ ഒരു വൈരുദ്ധ്യവും അക്കാര്യത്തിലുണ്ട്. അത് നമ്മൾ തള്ളിക്കളയുന്നില്ല. വിജയുടെ ഈ പറഞ്ഞ 15 വർഷത്തെ ഒരു എഫർട്ടാണ് ഇന്ന് സാക്ഷാത്കരിക്കുന്നത് അല്ലേ, പ്രേക്ഷകരിലേക്ക് വരുന്നത്. ഇതെന്നാണ് യൂട്യൂബിലൊക്കെ റിലീസായത്? എത്ര നാൾ? യൂട്യൂബിൽ ഒരു മാസം മുമ്പ് ഈ പാട്ടിറങ്ങി, പുഞ്ചപ്പാടത്ത് ഇറങ്ങി. അതിനു മുമ്പേ കൊഞ്ചി എന്ന് പറഞ്ഞ ഡോക്ടർ ഡൊണാൾഡിൻ്റെ കോമ്പോസിഷൻ അത് ഇറങ്ങിയിരുന്നു. ഇത് രണ്ടിനും വളരെ നല്ല പ്രതികരണം ലഭിച്ചു എന്നുള്ളത് വേറെ സന്തോഷമുള്ള കാര്യമാണ്. അത് ഒരുപാട് പബ്ലിസിറ്റി ചെയ്യാനുള്ളൊരു ലിമിറ്റേഷൻസ് നമുക്കും ഉണ്ടായിരുന്നു. എങ്കിലും അത് ഒരു നല്ല വ്യൂവർഷിപ്പും അതിന് നല്ല കമൻസും ഒരുപാട്, അത് ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആളുകളുടെ നല്ല
ഫീഡ്ബാക്സ് കിട്ടി. തീർച്ചയായിട്ടും അവരായിരിക്കും ഒരു പക്ഷേ ഇത് ഇത്തരം ഒരു സിനിമ ഈ ഗാനം ഇഷ്ടപ്പെടുക കൂടുതലും. അവർക്ക് ഒരുപാട് വിഷ്വൽസ് ഒക്കെ ഒരുപാട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. അതെ, എന്തായാലും നമുക്ക് സമയപരിമിതിയുണ്ട്. ഞാൻ ആദ്യം ബിനുവിനോട് പറഞ്ഞൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ സ്വന്തം ചിത്രത്തെ വിലയിരുത്താനാണ്. ഇനി സംവിധാനം എന്ന നിലയ്ക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും ഈ ചിത്രം കണ്ട് വിജയിപ്പിക്കണം. ഞങ്ങളുടെ ഒരു ചെറിയ ചിത്രമാണ്, കുറച്ച് തിയേറ്ററുകളെ കിട്ടിയിട്ടുള്ളൂ. തിയേറ്ററുകളിലൊക്കെ കുറച്ച് ഷോകൾ ഇന്നലെ വൈകുന്നേരത്തേനെ ഫൈനലൈസ് ചെയ്തത്, എന്നാലും 10-40 തിയേറ്ററോളം കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ പ്രേക്ഷകരുടെ പിന്തുണ വേണം. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഞങ്ങളെ പോലെയുള്ള കുറേയധികം പുതിയ ആൾക്കാരുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇതുപോലെ ഇപ്പോൾ ഡോക്ടർ ഡൊണാൾഡ് ആണെങ്കിലും വർഷങ്ങളായിട്ടിരുന്ന സന്തോഷം വർഷങ്ങളായിട്ട് ഇതിൻ്റെ അകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് എത്താൻ പറ്റുന്ന ഒരു മേഖലയിട്ട് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ ശ്രമമാണ്. അപ്പോൾ ഈ ശ്രമത്തെ നിങ്ങൾ ഹാർദവമായി സ്വീകരിക്കണം. ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തന്നെ ഇതേ വിജയിപ്പിക്കണം, ഏറ്റെടുക്കണം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വിജയ് പറയൂ, വിജയുടെ പ്രതീക്ഷകൾ ഈ സംഗീത രംഗത്ത്. ഈ സിനിമ ഒരിക്കലും ആർക്കും ഒരു നഷ്ടബോധം ഉണ്ടാക്കില്ല, അത് 100% ഉറപ്പ്. ഞാൻ ഏകദേശം ഒരു 100-ലധികം തവണ ഒരു പക്ഷേ ഈ സിനിമ കണ്ടിട്ടുണ്ടാകും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിൻ്റെ ആവശ്യം കൂടുകയാകുമ്പോൾ. ഇത് അതിനകത്ത് നമുക്ക് തോന്നിയ പരിമിതികളെല്ലാം അത് പരിഹരിച്ച് ഒരു നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഫിൽഡ് ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. നല്ല മുഹൂർത്തങ്ങൾ, നല്ല അഭിനയവും നല്ല ടെക്നീഷ്യൻസും എല്ലാം അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ബിനുവും വിജയും പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകരാണ് ഈ സിനിമയുടെ ഭാവി തീരുമാനിക്കേണ്ടത്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് മാത്രമാണ്, അവരുടെ കയ്യിൽ മാത്രമാണ്. ഏതായാലും ഈ ചെറിയൊരു സിനിമ സംവിധായകൻ ബിനു പി ഉലഹന്നൻ പറഞ്ഞത് വളരെ ചെറിയൊരു സിനിമ, ആ ചെറിയ സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. പ്രേക്ഷകർ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഇരുവരുടെയും പ്രതീക്ഷ. മോർണിംഗ് റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.